നമസ്കാരം. അരുൺ ടെക് സ്റ്റുഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വർഷത്തെ SLC പരീക്ഷ ഫലം മെയ് 8 പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് റിസൾട്ട് അറിയാൻ സാധിക്കുക, അതുപോലെ തന്നെ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് റിസൾട്ട് പരിശോധിക്കാം എന്നതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. SLC എക്സാമിനേഷൻ എഴുതിയ എല്ലാ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വെബ്സൈറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വെബ്സൈറ്റ് results.kerala.nic.in, രണ്ടാമത്തത് parishabhavan.kerala.gov.in, 3 SSLCexam.kerala.gov.in, 4 results.kite.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഫലം അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഫലം എങ്ങനെയൊക്കെയാണ് നമുക്ക് പരിശോധിക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് parishabhavan.kerala.gov.in എന്ന വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഹോം പേജിൽ ഫലങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട്സ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് പോവുക. അതിനുശേഷം SLC 10ാം ക്ലാസ് ഫലം 2024 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, തീയതി, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ ആവശ്യമായ എല്ലാ വിവരങ്ങളും നിങ്ങൾ നൽകി കൊടുക്കുക. അതിനുശേഷം ആ ഒരു പേജിൽ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് അവിടെ ഓപ്പണായിട്ട് വരും. അത് നമുക്ക് തൊട്ട് താഴെയുള്ള ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പാസിംഗ് മാനദണ്ഡം പരീക്ഷയിൽ വിജയിക്കുന്നതിന് കുറഞ്ഞത് 33% എക്സാമിനേഷന് മാർക്ക് ഉണ്ടായിരിക്കണം. ഇതിൽ വിജയിക്കാൻ സാധിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതാനുള്ള സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ശതമാന കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 90 മുതൽ 100 വരെയാണെങ്കിൽ A+ ആണ് വരുന്നത്. 80 മുതൽ 89 വരെയാണെങ്കിൽ A ആണ് വരുന്നത്. 70 മുതൽ 79 വരെയാണെങ്കിൽ B+ ആണ്. 60 മുതൽ 69 ആണെങ്കിൽ B ആണ്. 50 മുതൽ 59 വരെയാണെങ്കിൽ C+ ആണ് വരുന്നത്. 40 മുതൽ 49 വരെയാണെങ്കിൽ C ആണ് വരുന്നത്. 30 മുതൽ 39 വരെയാണെങ്കിൽ D+ ആണ് വരുന്നത്. 20 മുതൽ 29 വരെയാണെങ്കിൽ D ആണ്. 20ൽ താഴെയാണെങ്കിൽ E ആണ് വരുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, കട്ട ചങ്കുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തൊട്ടടുത്തുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.